1997 ഹിന്ദിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു വാർ ഫിലിമായിരുന്നു ബോർഡർ എന്ന് പറയുന്ന ചിത്രം. അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ആർമി സിനിമകളുടെ ഒരു കൺസെപ്റ്റേ മാറ്റി അല്ലെങ്കിൽ ഒരു കൾട്ട് ക്ലാസിക്കായി മാറിയ ഒരു മനോഹര ചിത്രമായിരുന്നു ബോർഡർ എന്ന് പറയുന്ന ചിത്രം. ആ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ ഹിന്ദിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ബോർഡർ 2. സണ്ണി ഡിയോൾ ആയിരുന്നു പഴയ സിനിമയിലും ഉണ്ടായിരുന്നത്. സണ്ണി ഡിയോൾ, ജാക്കി ഷെറോഫ്, അക്ഷയ് ഖന്ന, സുനിൽ ഷെട്ടി എന്നിവരൊക്കെ ആയിരുന്നു പഴയ സിനിമയിൽ ഉണ്ടായിരുന്നവർ. എന്നാൽ പുതിയ സിനിമയിലേക്ക് വരുമ്പോൾ സണ്ണി ഡിയോൾ അവിടെ തന്നെ ഉണ്ട്, എന്നാൽ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊന്നുമില്ല. അതിന് പകരം ദിൽജിത്ത് എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്. അതുപോലെ തന്നെ വരുൺ ധവാൻ മെയിൻ ഒരു കഥാപാത്രത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുനിൽ ഷെട്ടിയുടെ ഒരു മകൻ ഇതിൻ്റെ അകത്ത് മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. പഴയ സിനിമയിൽ മ്യൂസിക് കൊടുത്തിരുന്ന അനു മാലിക് തന്നെയാണ് ഈ ചിത്രത്തിലും മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. പഴയ സിനിമ സംവിധാനം ചെയ്തത് JB ദത്തയായിരുന്നു. എന്നാൽ പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നത് നമ്മുടെ കേസരി എന്ന് പറയുന്ന ഒരു വൺ ഹിറ്റായി മാറി കേസരി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള അനുരാഗ് സിംഗ് ആണ്. അപ്പം സിനിമ ഇന്നലെ കാണാൻ പറ്റി. അപ്പോൾ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈപ്പ് എന്നുള്ള ചിഹ്നം കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് റീച്ച് ആവും. സോ ഹൈപ്പ് കൊടുക്കാൻ മറക്കരുത്. വെൽക്കം ടു സിനിപീഡിയ. 97 ഇറങ്ങിയ ബോർഡർ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണെങ്കിൽ കൂടി ഈ സിനിമ ഇറങ്ങുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാനത് ഒന്നും കൂടി റീവാച്ച് ചെയ്യുകയുണ്ടായി. സ്റ്റിൽ ഇപ്പോഴും ഒരു 3.5 മണിക്കൂർ ആ സിനിമ കാണുമ്പോൾ ഒരു തരത്തിലുള്ള ബോറടിയോ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു ഫ്രഷ് ഫീല് തരുന്ന രീതിയിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പോരായ്മകളൊക്കെ ആ പഴയ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്കിപ്പോൾ കാണുമ്പോഴും അതിന് ഒരു ഫീലുണ്ട്, ഒരു ആത്മാവുണ്ട് ആ സിനിമയ്ക്ക്. ബോർഡർ 2ലേക്ക് എത്തുമ്പോൾ ആ ഒരു ഫീലും ആ ഒരു കാര്യങ്ങളും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു 50യുടെ താഴെ ഒരു 40% അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഇമോഷൻസിന് ഇവിടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് നമ്മളെ ടച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ഫോഴ്സ്ഫുള്ളി ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അതിലൊക്കെ കുറേ സക്സീഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളതെല്ലാം ഒരു കല്ലുകടിയായിട്ട് നിന്നിട്ടുമുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓവറാക്കി കുറേ സീനുകൾ വെച്ച് അലമ്പാക്കാതിരുന്നാൽ നല്ലത് എന്ന് ഞാൻ ആ റിയാക്ഷനകത്ത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കുറച്ച് സീനുകൾ ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന സമയത്ത്, കാരണം ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് വാർ സിനിമകൾ റിലീസായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദുരന്തർ നല്ല രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 120 ബഹദൂർ എന്ന് പറയുന്നൊരു സിനിമ കുറച്ചാൾ മുമ്പ് തിയേറ്ററിൽ വന്നിരുന്നു. ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ ഉള്ളൊരു വാർ സീക്വൻസുകൾ, അതിൻ്റെ അകത്തുള്ള ഒരു ഒറിജിനാലിറ്റി, അതിൻ്റെ അകത്തുള്ളൊരു അതിൻ്റെ അകത്തുള്ള അവർ അനുഭവിക്കുന്ന സ്ട്രഗിളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബോർഡർ 2ലേക്ക് എത്തുമ്പോഴേക്കും പലയിടത്ത് കുറേ ഇവൻറ്റുകൾ നടക്കുന്നു എന്ന് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല. ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. ഒരു ആത്മബന്ധം തമ്മിലുള്ള ഒരു കണക്ഷൻ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. പഴയ ബോർഡറിൻ്റെ അതേ സ്ക്രീൻ പ്ലേയും അതേ രീതിയും അതേ പാറ്റേണും തന്നെയാണ് ഇവർ ഫോളോ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഇമോഷണൽ റൈഡ്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് അവർ ശ്രമിച്ചതെങ്കിലും ഈ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഒരു വാറിലേക്ക് ഫോഴ്സ്ഫുള്ളി തള്ളിയിടുന്ന ഒരവസ്ഥ വന്നു. അതിനൊരു റീസണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജെനുവിനിറ്റി ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. രണ്ടിടത്ത് നടക്കുന്ന ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് രണ്ടിടത്ത് നടക്കുന്നൊരു ഫൈറ്റായിട്ട് കാണിച്ചിട്ട് പെട്ടെന്ന് അതെല്ലാം ഒന്നിച്ചൊരു സ്ഥലത്താണെന്നൊക്കെ കാണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ നെറ്റിചുളിക്കൽ സെക്ഷനുണ്ട്. അതൊക്കെ ഒരു കല്ലുകടിയായിട്ട് ഈ സിനിമയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ചില ഇടങ്ങളിൽ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ് വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ പാട്ടുകൾ ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി പുതിയതായിട്ട് 2-3 പാട്ടുകൾ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പഴയ പാട്ടിനെ റീമാസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരു പുതിയ റീമാസ്റ്റർ അല്ല, ഒരു പുതിയൊരു വെർഷൻ അവർ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നാൽ സന്ദേശയാത്ര എന്ന് പറയുന്ന പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. അതിൻ്റെ ഒരു ഫുൾ വെർഷൻ തിയേറ്ററിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചില്ല. കാരണം പഴയ സിനിമയിൽ ഏതാണ്ട് 10 മിനിറ്റോളം ആ പാട്ട് തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ ആ 10 മിനിറ്റ് ഇല്ല, ഒരു 3 മിനിറ്റോ 4 മിനിറ്റിലോ ആ പാട്ടിനെ അങ്ങ് ചുരുക്കുകയാണ് ചെയ്തത്. അതിലൊരു ചെറിയൊരു വിഷമം എനിക്കുണ്ട്. ബട്ട് സ്റ്റിൽ ബാക്കി പാട്ടുകൾ കൊണ്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കൊണ്ടും പഴയ ആ ഒരു മ്യൂസിക്കിനെ ഉറപ്പിക്കുന്ന രീതിയിൽ ഇതിനകത്ത് അവരെ ക്യാരി ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും ഒന്ന് വർക്കൗട്ടായ ഒരു കാര്യമാണ്. അഹാൻ ഷെട്ടി ചെയ്ത ക്യാരക്ടറിനെ 1% പോലും ഇവർ നീതി പുലർത്തി എഴുതിയിട്ടില്ല എന്നെനിക്ക്
കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കാരണം ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു നേവി എന്ന് പറയുന്നൊരു കാര്യം പഴയ സിനിമയിലില്ലായിരുന്നു. പഴയ സിനിമയിൽ ആർമി അതുപോലെ തന്നെ എയർഫോഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എയർഫോഴ്സിനെ നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്തൊരു മാസ് ഇൻട്രോ അല്ലെങ്കിൽ ഒരു ക്യാമിയോ അപ്പിയറൻസ് പോലെയൊക്കെയാണ് അതിൻ്റെ അകത്ത് കൊടുത്തത്. എന്നാൽ ഇതിലേക്ക് വരുമ്പം 3 ഫോഴ്സിനെ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി നേവിക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ വളരെയധികം വീക്കായി പോയ ഒരു ക്യാരക്ടറായി പോയ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വരുൺ ധവാനാണ് കുറച്ചും കൂടി ഫോക്കസ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ആക്ടിങ് ബേസ് സ്കോർ ചെയ്തത് ദിൽജിത്താണ്. പുള്ളി ആ എയർഫോഴ്സുകാരനായിട്ട് പുള്ളി പൊളിച്ചടിക്കുക. അത് പുള്ളിയുടെ ക്യാരക്ടർ കൊണ്ടും പുള്ളിയുടെ ഒരു സെക്ഷൻ, ആ ഒരു വാർ സെക്ഷനും കൊണ്ടും അത് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ കണ്ടിറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ രജിസ്റ്റർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് സണ്ണി ഡിയോൾ പുള്ളിയുടെ റോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും തർക്കമില്ല. പ്രായത്തിൻ്റെതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ബോഡി ഡബിളും കാര്യങ്ങളൊക്കെ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി പുള്ളി നല്ല രീതിയിൽ പുള്ളിയുടെ ക്യാരക്ടറിനെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, അമ്മാതിരി അബദ്ധമാണെന്നൊക്കെ അങ്ങനൊന്നും പറയാൻ സാധിക്കില്ല. എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് ചിത്രമായിട്ട് ഇതിനെ എടുത്തു വെച്ചിട്ടുണ്ട്. പഴയ സിനിമയിൽ 1971 നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ വാറിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ വരുമ്പം സെയിം ഇൻസിഡൻറ്റ് തന്നെയാണ് അവർ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം പഴയ സിനിമ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാക്കിയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ഇതിനെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഇവൻറ്റ്സ് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. സോ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇതിനെ എടുക്കുകയായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ പഴയ സിനിമയോടുള്ളൊരു ആ ഒരു ഫീൽ നമുക്ക് വന്നേനെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷെ അതിനെ കൊണ്ടുവരാതെ സെയിം ഇവൻറ്റിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ പടത്തിൻ്റെ അവസാനം നമ്മുടെ ക്യാരക്ടേഴ്സിനെല്ലാം, പഴയ ബോർഡർ സിനിമയിലെ ക്യാരക്ടേഴ്സിനെല്ലാം ഒരു ചെറിയൊരു ഫ്രെയിമിൽ കാണിച്ച് ഇവരൊരു ട്രിബ്യൂട്ട് കൊടുക്കാനും ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്കൗട്ടായി ആ ഒരു സെക്ഷൻ. ബട്ട് സ്റ്റിൽ കുറേ പോരായ്മകളുള്ള ഒരു ആത്മാവ് കുറഞ്ഞ ഒരു സിനിമയായി മാറിയിട്ടുണ്ട് ബോർഡർ 2 എന്ന് പറയുന്നത്. ഇപ്പോൾ ബോർഡർ 2 കാണാൻ താല്പര്യമുള്ളവർ അടുത്തുള്ള തിയേറ്ററുകളിൽ പോയി കാണാൻ ശ്രമിക്കുക. ജനുവരി 30 ഒരുപാട് റിലീസുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. സോ സിനിമ മാറാൻ ചാൻസ് ഉണ്ട്. സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ പോയി കാണുക. ഓൾറെഡി കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൊടുക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.